ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് മസാല കറിയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷർ കുക്കർ കറിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കുറേ മുൻപ് പല രീതിയിലും ബീഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നാടൻ രീതിയിലൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് ഞാൻ 1 കിലോ ബീഫ് ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ. അടുത്തതിന് ഇതിലേക്കായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം അത്യാവശ്യം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2.5 to 3 ടേബിൾ സ്പൂൺ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം ഒരു ഗ്രേവി രീതിയിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മസാല ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബീഫ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ആദ്യം നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പൊടികളായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞ ടേസ്റ്റ് ആവരുത് കേട്ടോ. പക്ഷേ ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്ത് നല്ലൊരു മണം പെട്ടെന്ന് തന്നെ വറവായി കിട്ടിക്കോളും. അങ്ങനെ കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിലുള്ള പൊടി കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതിലേക്ക് മുഴുവനായിട്ട് ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ടത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മസാല വറുക്കുമ്പോൾ അതിലിട്ട് കൊടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം വേണ്ടത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പരിപാടി ആദ്യം അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആ ഒരു സമയം അത്രയും സമയം ഇതിലേക്ക് നല്ല വറുത്തിട്ടുള്ള മസാല പിടിച്ചിരിക്കുമ്പോൾ കുറച്ച് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ഉള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു ഈസി മെത്തേഡിൽ ചെയ്യുന്നതുകൊണ്ട് പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടാകുമ്പം ഒരു 2 നുള്ളു ഉലുവ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം വലിപ്പത്തിൽ വരുന്ന 2 സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാളയിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 4 ചെറിയ പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതോടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി, രണ്ടും കൂടെ ചതച്ച് വരുന്ന സമയത്ത് ഒരു 1/3 കപ്പേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതോടെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് പച്ചമണം മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ബീഫിലേക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കണ്ടേ. അപ്പോൾ അതോടെ ചേർത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തക്കാളി വളരെ ചെറിയൊരു തക്കാളി മതി കേട്ടോ. 1 കിലോയിലേക്കൊക്കെ ആവുന്ന സമയത്ത് അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ട് തക്കാളിയും അത്യാവശ്യം നല്ലോണം തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യത ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മസാലയൊക്കെ ആക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ട് എത്തിക്കോട്ടെ. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ, ലാസ്റ്റ് കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 3/4 കപ്പോളം നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം ഗ്രേവിയോടുകൂടെ ചെയ്യുന്നതുകൊണ്ടാണ് 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് വേവുമ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ. അപ്പം ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം തന്നെ മതിയാകും. അപ്പോൾ അതോടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ബീഫിൻ്റെ വേവ് എന്ന് പറയുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ഫുൾ പോയിക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ബീഫൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ 1 വിസിലും കൂടിയൊക്കെ കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മിക്സാക്കി നോക്കുന്ന സമയത്ത് ഗ്രേവിയൊക്കെ നല്ല കുറുകിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം ഈ ഒരു രീതിയിൽ തന്നെയാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ
ലാസ്റ്റ് ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണ മേലെ കൂടെ ഒറ്റിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് വറവിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഇത്തിരി റെഡ് ആയിരിക്കുമല്ലോ, കറി ഒരു ഇത്തിരി ലൂസുള്ള പോലെ ഉണ്ടാകും. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വെറുതെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും കറി ഒരു ഇത്തിരി കൂടെ ഒന്ന് തിക്കായിട്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നോളൂ. ബീഫ് കറിയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് അടച്ച് വെച്ചെടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു വറവിട്ട് എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ഫ്ലേവറിനനുസരിച്ചിട്ട് മാറ്റം വരുത്താട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബീഫ് മസാല കൂടെ ഈ ഒരു വറവിൻ്റെ സമയത്തൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് മസാല കുറവാണെങ്കിൽ ഒരു 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് അതുകൂടെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു ചെറിയ തീയിൽ ഒരു 1 മിനിറ്റ് കൂടെ ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ പാകത്തിന് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല തിക്കായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആയി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് കറിയായിട്ട് ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത്തിരി കൂടെ സമയം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കുറച്ച് മസാലയൊക്കെ കൂടി കുറച്ച് ഗ്രേവിയൊക്കെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കറി അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബീഫിൻ്റെ വരട്ടുന്നതും അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് നാടൻ രീതിയിലൊക്കെ ചെയ്യുന്ന കുറേ റെസിപ്പീസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. റെസിപ്പീസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു തേങ്ങാച്ചോറും ബീഫ് കറിയും കൂട്ടി കഴിക്കുക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. പക്ഷേ ഇത് തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ റെസിപ്പി തന്നെയാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്